നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കളക്ടർ പോകുന്നത്. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം പ്രത്യേക റാമ്പ് സൌകര്യം ഏർപ്പെടുത്തും. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന മോഷണം. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ കവർന്നു. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ 20 വയസ്സുള്ള ഹരികൃഷ്ണനാണ് മരിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ കോൺക്രീറ്റിംഗ് നാളെ വീണ്ടും തുടങ്ങും. പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. റോഡ് പണിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ സ്ത്രീയുടെ മാല പൊട്ടിച്ചു. ചേലൂർ സ്വദേശിയായ ഗീതാരവിയുടെ മാലയാണ് പൊട്ടിച്ചത്. ദേവസ്വം ഓഫീസിന് സമീപത്ത് നിന്ന് മോഷ്ടാവ് ചെമ്മണ്ട സ്വദേശി മണികണ്ഠനെ അവശനിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായി. പുല്ലൂറ്റ് വി.കെ. രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് സ്വയം ഹിപ്നോട്ടിസം നടത്തിയത്. പുത്തൂർ റോഡ് വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്തു നിന്ന് പൊളിച്ചു നീക്കിയ അവശിഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ലാത്തത് തിരിച്ചടിയാകുന്നു. കുട്ടനല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ പുത്തൂർ പയ്യപ്പള്ളി മൂല വരെയാണ് റോഡ് വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്ത് പൊളിച്ചു നീക്കം നടത്തുന്നത്. കുന്നംകുളം പാറയമ്പാടത്ത് സംസ്ഥാന പാതയിലെ കുഴിയിൽ വീണ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ യുവതിക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശി പുലിക്കോട്ടിൽ വീട്ടിൽ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലയുടെ 38ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജവഹർ ബാലഭവനിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി.ആർ. ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പങ്ങാരപ്പള്ളിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പുള്ളിമാൻ ചത്തു. കണ്ണംകുളം പ്രദേശത്തെ ജനവാസ മേഖലയിലെത്തിയ മാനുകളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. ന്യൂഡൽഹി സെൻട്രൽ ഭാരത് സേവക് സമാജിന്റെ ഭാരത് സേവക് ബഹുമതി ഡെന്നി പാർലിക്കാടിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സെൻട്രൽ ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ഡോക്ടർ ബി.എസ്. ബാലചന്ദ്രൻ പുരസ്കാരം ഡെന്നി പാർലിക്കാടിന് നൽകി. സംയോജിത പച്ചക്കറി കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം ചേലക്കരയിൽ കെ. രാധാകൃഷ്ണൻ എം.പി. നിർവഹിച്ചു. കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയുടെ സംസ്ഥാന സർഗോത്സവത്തിന്റെ ഭാഗമായി 2 ദിവസമായി നടക്കുന്ന ജില്ലാതല കലോത്സവം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പി. ബാലചന്ദ്രൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട് അധ്യക്ഷത വഹിച്ചു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കൌൺസിൽ യോഗം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് ഇ.എച്ച്. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടത്തിക്കോട് 151 നമ്പർ അമ്പലനട അംഗനവാടിയിലെ കുഞ്ഞു കൈകൾ വിത്ത് പന്തുകൾ എറിഞ്ഞു. വികസന സമിതി അംഗം രാജു മാരാത്ത ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധിക്കെതിരെ ബോധവൽക്കരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ GP ശ്രേയസ് ഉദ്ഘാടനം ചെയ്തു. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ MG നാരായണൻ വരച്ച താണിക്കുടത്തമ്മയുടെ ഫോട്ടോയുടെ സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി കോശേരി വാസുദേവൻ നമ്പൂതിരി നേത്രോന്മീലനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭയിലെ വിവിധ വാർഡുകളെ ഉൾപ്പെടുത്തി സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് ഉദ്ഘാടനം ചെയ്തു. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ മലിനജലം രൂപപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ FITU ശക്തൻ പച്ചക്കറി മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കോർപ്പറേഷൻ ആരോഗ്യ വകുപ്പ് അധികാരികൾ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂണിറ്റ് പ്രസിഡന്റ് PM ഷാജഹാൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്.
വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാര്യമാത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്ക് മാള പഞ്ചായത്ത് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണോദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായി. തളിക്കുളത്ത് KSRTC ബസ്സിൽ യാത്രികൻ ബ്ലേഡ് കൊണ്ട് ദേഹത്ത് സ്വയം മുറിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവം കണ്ട മറ്റൊരു യാത്രികൻ കുഴഞ്ഞു വീണു. തളിക്കുളം സ്വദേശി ഫാസിലാണ് ബ്ലേഡ് കൊണ്ട് മുഖത്തും ദേഹത്തും സ്വയം മുറിവേൽപ്പിച്ചത്. കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃയോഗം അയ്യന്തോളിൽ നടന്നു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രാദേശിക മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പത്രവാർത്തയ്ക്ക് മാധ്യമ പത്രത്തിന്റെ കൊച്ചി വൈപ്പിൻ ലേഖിക ഹസീന ഇബ്രാഹിമും മികച്ച ടെലിവിഷൻ വാർത്തയ്ക്ക് റൈറ്റ് വിഷൻ ചേലക്കര റിപ്പോർട്ടർ PV സമീറും അർഹനായി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റിയുടെ 34ാം ജില്ലാ സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ അസോസിയേഷൻ സിറ്റി പ്രസിഡന്റ് KC ബൈജു അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണം നടത്തി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ നേതൃത്വം നൽകി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മേലൂർ പാലപ്പള്ളി പുഷ്പഗിരി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത MPയുടെയും MLAയുടെയും അനാസ്ഥയ്ക്കെതിരെ CPI പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T. പ്രദീപ് കുമാർ ശയനപ്രദക്ഷിണം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സ്നേഹ മ്യൂസിയം ആർട്ട് മ്യൂസിയം ഓഫ് ലവ് എന്ന പേരിൽ കൊടകരയിൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സീനിയർ ഫെല്ലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് മ്യൂസിയം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. തൃശൂർ നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് QR കോഡ് സംവിധാനം നടപ്പാക്കി നഗരത്തിലെ ഓട്ടോകളുടെ വ്യാജ പെർമിറ്റ് തടയണമെന്ന് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം. BMS തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജ്ഞാന സദസ്സ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര കൊടൈക്കാടിക്കാവ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തി. ചാവക്കാട് കോട്ടപ്പുറം മരമില്ലിന് സമീപം ബസ്സും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി മതിലിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ടാക്സി ഡ്രൈവർ തിരുവത്ര സ്വദേശി അബ്ദുൽ അസീസ്, ബസ് യാത്രികൻ ആലുംപടി സ്വദേശി അനയ് കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. കേരള വിദ്യാർത്ഥി ജനതാ ജില്ലാ കൺവെൻഷൻ ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി ജനതാ ജില്ലാ പ്രസിഡന്റ് സ്റ്റെബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ജനറൽ ബോഡി യോഗം തൃശൂരിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന യോഗം വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.